ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫ്രീ ആയി ഇപ്പോൾ കുട്ടായത്തിന് എണീച്ചാണ് ലേശം ലേറ്റായിട്ട്. അപ്പോൾ ഇനി പല്ല് തേച്ചിട്ടൊക്കെ കാണാം. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖം കഴുകി ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. പത്തിരിയും ചിക്കൻ കറിയും പിന്നെ പാൽ ചായ ഉണ്ടേനു, അത് കുടിച്ച് അതിന് ശേഷം ബാങ്ക് കൊടുത്തപ്പോൾ പോയി നിസ്കരിച്ചു. പിന്നെ കുറച്ച് നേരം ഖുർആൻ ഓതി അവിടെ കുറച്ച് നേരം ഇരുന്ന്. പിന്നെ അവിടെ രണ്ടാൾക്കാർ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പോലെ ലേറ്റ് ആവും ക്ലാസ്സിന് പോകാൻ, അതുമല്ല കുറച്ച് അലക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഫോണിൽ റീലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ഫോണിൽ റീലൊക്കെ കണ്ട് ഒരു 7 മണി 7:30 ആയപ്പോൾ എണീച്ച് പോയി ഡ്രസ്സ് അലക്കി. അതിനുശേഷം മുകളിൽ കൊണ്ട് ആറിട്ടു. എന്താണെന്ന് വെച്ചാൽ താഴെ ചിലപ്പോൾ എന്നോട് എടുക്കാൻ മറന്നു. അപ്പോൾ മുകളിലാകുമ്പോൾ അത് അവിടെ നിന്നോളൂ. ഓർമ്മ ഉള്ളപ്പോൾ എപ്പോഴെങ്കിലും പോയി എടുത്താൽ മതി. അപ്പോൾ ആറിട്ട് പിന്നെ അകം അടിച്ചു വാരി അതിന് ശേഷം കുളിച്ച് മാറ്റി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ക്ലാസ് ഉള്ളതിനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗ് പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മുകളിലെ വണ്ടിയിൽ ഇങ്ങനെ പോകാതിരിക്കുകയാണ്. എനിക്കിങ്ങനെ വണ്ടിയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ചില സമയത്ത് ഭയങ്കര ഇടങ്ങാറും കരച്ചിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ മാത്രം പോകും. അങ്ങനെ വീട്ടിലെത്തി മോളമ്മൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. അങ്ങനെ ബസ് കയറി പോവുകയാണ്. 2 ബസ് മാറി കയറാണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ടൈം ആവും. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. അവിടുന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാം കേട്ടോ. അവിടെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ പിന്നെ ഒരു 2:30 ടൈം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഞാനും അനിയത്തി നടക്കുകയാണ്. ഓളെന്തൊക്കെയോ നോക്കിയാണ് നടക്കുന്നത്. അങ്ങനെ ബസ്സിൽ പോവാണ്. അങ്ങനെ വീട്ടിലെത്തി കുളിച്ച് മാറ്റി നോമ്പ് തുറക്കുള്ള പരിപാടി തുടങ്ങാണ്. സമയം കുറച്ചില്ലേ, നേരം വൈകി. അവിടുന്ന് ഇവിടത്തേക്ക് 1 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ബ്രെഡ് വാട്ടിയതും പപ്സുമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എലത്തൂർക്കാരുടെ സ്പെഷ്യൽ കോഴിക്കഞ്ഞിയും ഉണ്ട്. അപ്പോൾ ഇത്താത്തങ്ങനെ മാവ് പരത്തി തരും. ഞാൻ മുട്ട പപ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട പപ്സിൻ്റെ മാവിലേക്ക് നിറയ്ക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ച് ബാങ്ക് കൊടുത്തപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും പിന്നെ ബ്രെഡും പപ്സുമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇത്താത്തൻ്റെ മോൾക്ക് തീരെ സുഖമില്ല. അപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അവിടെ അടുത്തുള്ള ക്ലിനിക്കിൽ പോവാണ്. അങ്ങനെ അവളെയും കൊണ്ട് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലോകം കട്ട പോസ്റ്റാണ്. ഡോക്ടർ അവിടെ ഇല്ല. വിളിച്ചു ചോദിച്ചപ്പോൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഡോക്ടർ വന്നപ്പോൾ കാണിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ചോറും വെണ്ടക്ക കറിയും ഉപ്പേരിയും കൂട്ടി ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മോളെ കൊണ്ടുപോയി ഉറക്കി. മോളങ്ങനെ തൊട്ടിലാട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറേ കരച്ചിലും പിടിച്ചിട്ടാണ്. നമുക്ക് പാട്ട് കേട്ടാലേ ഉറങ്ങാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നാളത്തെ വീഡിയോ ആയിട്ട് വരാം.